ഇതിനകത്ത് തനിഷ് ഈ 3 ദിവസം മുമ്പ് ഇവിടെ മാഞ്ഞാലി പാലത്തിൽ നിന്നൊരു പെൺകുട്ടി 18 വയസ്സുള്ള പെൺകുട്ടി ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി, വെള്ളത്തിൽ ചാടി ആത്മഹത്യാശ്രമം നടത്തി. രാജേഷ് എന്ന് പറഞ്ഞൊരു ബസ് ഡ്രൈവറാണ് അവിടെ നിന്ന് ഈ പെൺകുട്ടിയെ രക്ഷിച്ച് കരയ്ക്ക് എത്തിച്ചത്. ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ആ കുട്ടിയെ രക്ഷിച്ചു, ഒരു ഡ്രൈവർ ചാടി രക്ഷിച്ചു, 100 മീറ്റർ നീന്തി കരയ്ക്ക് കയറ്റി എന്നുള്ളതാണെങ്കിൽ എല്ലാ വാർത്തകളുടെയും അവസാനത്തെ വരിയെ നോക്കൂ. എന്തിനാണ് ആ കുട്ടി ചാടിയത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണ്. അതായത് അത് പ്രതീക്ഷിച്ച മട്ടിൽ അതിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ആത്മഹത്യാശ്രമത്തിൻ്റെ അടിസ്ഥാന കാരണം. ഇത് നമ്മുടെ ഇവിടെ മാഞ്ഞാലിയിൽ സംഭവിച്ചതാണെന്ന് ഓർക്കണം. ഇങ്ങനെ ഈ ഏറ്റവും മികച്ച രീതിയിൽ 2ാമത് പരീക്ഷ നടത്തി രക്ഷിച്ചെടുത്തു ഈ നീറ്റിനെ എന്ന മട്ടിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടല്ലോ. ആ പരീക്ഷയുടെ കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. 600 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് 38 മാർക്കേ കിട്ടുന്നുള്ളൂ, അല്ലെ 500 മാർക്ക് കിട്ടുന്നിടത്ത് പ്രതീക്ഷിച്ചിടത്ത് 38 മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളുമാണ് അതിനെക്കുറിച്ച് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യാശ്രമങ്ങൾ. ഇപ്പോൾ ഇവിടെ സുശീൽ ധാഗെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതിന് ശേഷം, ഈ പരീക്ഷയ്ക്കും ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ അതിന് തൊട്ട് മുമ്പ് ഈ ഒരാൾ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഈ ആത്മഹത്യകൾ ഇതിൻ്റെ ഭാഗമാണ് എന്ന മട്ടിൽ അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ 2ാമത്തെ പരീക്ഷയ്ക്ക് ശേഷവും ആദ്യത്തെ പരീക്ഷ തന്നെ എത്ര വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളാണ് നശിപ്പിച്ചതെന്ന് ഓർക്കണം. അവിടെ വന്ന് നിൽക്കുന്ന രക്ഷിതാക്കൾ പലരും പറയുന്നുണ്ട്, അതായത് വളരെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ എത്തിയ സാധാരണക്കാരായ രക്ഷിതാക്കളാണ്. അല്ലാതെ അവരെല്ലാം ഈ അവിടെ പോയി സമരം ചെയ്യുന്ന നീറ്റ് ഒരു പ്രശ്നമാവുന്നത് ആർക്കാണ്? സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പിതാക്കന്മാരൊക്കെ പലരും വന്ന് നിന്നിട്ട് പറയുന്നത്, ഇവരെല്ലാം ലോൺ എടുത്താണ് അതും പഠിക്കാൻ പോയിരിക്കുന്നത്. 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ലോൺ എടുത്ത് പഠിക്കുന്നത്. അത് വലിയ തുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷമാണ് ഈ വലിയ തിരിച്ചടി നേരിടുന്നത്. അപ്പോൾ പല കുട്ടികളും ആത്മഹത്യയിലേക്ക് അങ്ങ് പോവുകയാണ്, മറ്റൊരു ആലോചന ഇല്ലാതെ. 3 സിനിമ തമിഴിൽ മാത്രം ഈ നീറ്റ് ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട്, നീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഓർക്കണം. അതപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഹിന്ദിയിൽ സിനിമകൾ ഇത്തരം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നേരിട്ട് നീറ്റ് എന്ന് പറയുന്നില്ലെങ്കിലും ഇതൊക്കെ തന്നെ ഉദ്ദേശിച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമായി മാറി. അതിനെ അങ്ങനെ ആക്കി തീർത്തു. 2017 ശേഷം മാത്രം ഏതാണ്ട് 125 പേരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഈ നീറ്റ് 125 മുകളിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ അതിനേക്കാളൊക്കെ വലിയ തോതിൽ പെരുകിയിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇതെല്ലാം വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള ഇടപെടലല്ലേ വേണ്ടത്. ഈ സമരം നടക്കുന്നത് എന്തിനാണ്? ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണോ? അല്ല. അവർക്ക് ഒരൊറ്റ ആവശ്യം തരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഈ മട്ടിൽ ഈ സമരം മാറില്ല. പക്ഷേ അതിന് ധാർഷ്ട്യം, അതല്ലെങ്കിൽ ഒരു സമഗ്രാധിപത്യ സർക്കാരിൻ്റെ സ്വഭാവം പൂർണ്ണമായി കാണിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അങ്ങനെ ഇപ്പോൾ ഇന്നാണ് JP നദ്ദ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്, സംഘർഷത്തിലേക്കൊക്കെ കടന്നതിന് ശേഷം. ഇനി സമരം ചെയ്യുന്നവർക്കെതിരെ പതിവായി നുണപ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ തന്നെ പൊതുരീതി, ഒരു നിലപാട്. പ്രത്യേകിച്ച് ഈ കുറേ ഹിന്ദി മാധ്യമങ്ങളും കുറേ ഇംഗ്ലീഷ് മാധ്യമങ്ങളും പിന്നെ കുറേ യൂട്യൂബ് ചാനലുകളും എല്ലാം ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കൂടി ഇത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇത് സനീഷ്. അതായത് വെറും മരത്തലയന്മാരായ കുറേ മാധ്യമപ്രവർത്തകർ അവിടെ ഡൽഹിയിൽ വന്നിറങ്ങിയിട്ട് ഇന്ന് ABP ലൈവ് എന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമാണെന്ന് ഓർക്കണം. അതെ, അഭിജിത്ത് ദീപ്കയോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ തെറ്റായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, മോശം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അപ്പോൾ അഭിജിത്ത് ദീപ്ക ചോദിച്ചു, എന്താണ് ആ മുദ്രാവാക്യം? നിങ്ങൾ പറയൂ, ഞങ്ങൾ വിളിച്ച ശരിയല്ലാത്ത മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു എന്നുള്ളതാണ്. അതായത് ഇതാണ് ഒരു ബോധനിലവാരം അവിടെ നിൽക്കുന്ന പല മാധ്യമപ്രവർത്തകരുടെയും. ഇത് കേരളത്തിലെ ഒരു ചാനലിൻ്റെ മുൻ മേധാവി ഇവിടെ 1-2 സിനിമാക്കാരൊക്കെ ഈ സിനിമയ്ക്ക് ഈ ഇതുണ്ടല്ലോ, ഈ സമരത്തിന് പിന്തുണയുമായി ഇറങ്ങി തിരിച്ചല്ലോ. അവർ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചപ്പോൾ അവരെ ഉപദേശിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോനം വാങ്ചുക്ക് ചൈന ഇവിടേക്ക് കടന്നു കയറിയാൽ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞയാളാണെന്നുള്ള പച്ച നുണ എഴുതി വെച്ചിരിക്കുകയാണ്. ശരി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതോ ഒരു സംഭാഷണ ഭാഗത്ത് നിന്ന് അവിടെ ഇവിടെയും വെട്ടി, അതായത് വേറൊരാൾ പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നത്
കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. സോനം വാങ്ചുക്ക് പറഞ്ഞാണ് അത് പതിവ് പരിപാടി. ഇത് പ്രചരിപ്പിച്ചിട്ട് കണ്ടോ സോനം വാങ്ചുക്ക് രാജ്യദ്രോഹിയാണ് എന്നുള്ളത് പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ സർക്കാരിനെ പിന്തുണച്ചിട്ടുള്ള ആളാണ് സോനം വാങ്ചുക്ക്. ഒന്ന് ഓർക്കണം, ഈ സർക്കാരിനെ പിന്തുണച്ചിട്ടുള്ള ആളാണ്. അയാളെ രാജ്യദ്രോഹിയാക്കാൻ സെക്കൻഡുകൾ വേണ്ടി വന്നില്ല ഇവർക്ക് എന്നുള്ളത് ഓർക്കണം. കേരളത്തിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ചാനൽ മേധാവി ഇരുന്നിട്ട് ഈ വ്യാജ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുക. അതാണ് അവസ്ഥ. ഇനി MA ബേബി, CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി അവിടെ സോനം വാങ്ചുക്കിനെ കാണാൻ പോയതിനു ശേഷം അവിടെ ആ ദിവസത്തെ പരിപാടിയിൽ കണ്ടു ഈ ചൈനീസ് നയതന്ത്ര പ്രതിനിധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്തോ ഉണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവൻ റിപ്പബ്ലിക് ചാനലിൽ വട്ടം ഇട്ടിരിക്കുകയാണ് MA ബേബിയുടെ തല. എന്താണ് ചൈനീസ് ചാരനാണെന്നും പറഞ്ഞിട്ട് ഈ എന്താണ് എന്നിട്ട് ഒരു റിപ്പോർട്ടർ, റിപ്പബ്ലിക്കിൻ്റെ ഒരു റിപ്പോർട്ടർ പണ്ട് ശശി തരൂരിന് പിന്നാലെ നടന്നതുപോലെ ബേബിയുടെ പിന്നാലെ നടക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ചൈന ബന്ധം, എന്താണ് നിങ്ങളുടെ ചൈന ബന്ധം എന്ന് ചോദിച്ചിട്ട്. എനിക്ക് MA ബേബി ആയതുകൊണ്ടും സമാധാനകാംക്ഷി ആയതുകൊണ്ടും വെറുതെ വിട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ തരം മാധ്യമപ്രവർത്തകരാണ്. അതായത് എന്താണ് അവരെക്കുറിച്ച് നമുക്ക് പറയുക. ഇനി വേറെ കുറേ പേർ ഇറങ്ങിച്ച യൂട്യൂബ് ചാനലുകൾ, കേരളത്തിലൊക്കെ കാണുന്ന ചില യൂട്യൂബ് ചാനലുകൾക്ക് സമാനമായത് ഹിന്ദിയിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ CJP സമരത്തിലൂടെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അവിടെ വന്നിട്ട് ഈ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തക എന്ന രൂപത്തിൽ അവിടെ വന്ന് നിന്നിട്ട് തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകും, സംഘർഷം ഉണ്ടാകും. ഈ ആളുകളെ ഇറക്കി വിട്ടിരിക്കുന്നത് പോലും, അതായത് ഒരു സമരം നടക്കുന്നതിനിടയ്ക്ക് ചെന്ന് നിന്നിട്ട് ആ സമരത്തിനെതിരെ ഇങ്ങനെ നിരന്തരം നുണപ്രചാരണം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന മട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാകും. ഒരു സംഘർഷമാണ് ഭരണകൂടത്തിനും വേണ്ടത്. അതുതന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസിൻ്റെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകരുടെ വേഷം കിട്ടിയതിനകത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഡൽഹി പോലീസിൻ്റെ പ്രതിനിധികൾ അവിടുത്തെ ചില മാധ്യമപ്രവർത്തകർ തന്നെ കണ്ടെത്തി അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് മാധ്യമപ്രവർത്തകയല്ല, ഇത് ഡൽഹി പോലീസിൻ്റെ ആളാണ് എന്നുള്ളത്. അപ്പോൾ ആ സമരത്തെ അങ്ങനെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അതായത് എല്ലാ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ എല്ലാ ചെറുപ്പക്കാരുടെയും ഇന്ത്യ മുഴുവൻ കത്തുന്ന ഒരു പ്രശ്നമായി എത്രത്തോളം മാറും എന്നുള്ള കാര്യത്തിൽ സനീഷ് പറഞ്ഞ പോലെ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യ തന്നെ ഈ നീറ്റ് പരീക്ഷയിലേക്ക് എത്തുന്ന, നീറ്റ് പരീക്ഷ എന്താണെന്നറിയാവുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ ചുരുക്കമാണ്. അപ്പോൾ അവർക്കിടയിലാണ് ഇതൊരു പ്രശ്നമായി നിൽക്കുന്നത്. പക്ഷേ ഒരു മധ്യവർഗ സ്വഭാവത്തിലുള്ള ആളുകൾക്കും അതിന് താഴേക്ക് നിൽക്കുന്ന ആളുകളുടെയും ഇടയിൽ നിരന്തരം ഇത് ചർച്ചയാകുകയും ചെറുപ്പക്കാരുടെ ഇടയിൽ ചർച്ചയാവുകയും ചെയ്യുമ്പോൾ അതിന് വേറൊരു സ്വഭാവം കൈവരും. സോഷ്യൽ മീഡിയയിൽ ഇത് പിന്നെ ഈ സർക്കാർ ഇപ്പോൾ ഇത്രയും അസ്വസ്ഥമാകാനും സോനം വാങ്ചുക്ക് മാറിയ ഉടനെ തന്നെ തല്ലി ഓടിക്കാനും ഇങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ സാന്നിധ്യമായി, അതായത് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിനപ്പുറം അത് സാന്നിധ്യം അറിയിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു കൊച്ചിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ രാവിലെ അച്ഛൻ്റെ പ്രതികരണം അടക്കമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹിക്ക് പോവുകയാണ് അച്ഛൻ, ഒരു കാരണവശാലും ഇപ്പോൾ പോകരുത്, ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കാലത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, വലിയ പ്രശ്നമാവും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞു, ഇപ്പോൾ വലിയ കുഴപ്പമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോവുകയാണ്, ഡൽഹി പോയി തല്ലുകൊള്ളാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു പോകുന്നവരുണ്ട് ചിലർ. അങ്ങനെ 3 മണിക്കൂറിനുള്ളിൽ ഞാൻ ഡൽഹിയിലെത്തുമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റും കാണിച്ചിട്ട് കയറി പോകുന്നൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഇത് താഴെ തട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. അത് അടിച്ചമർത്താം എന്നുള്ളതാണ് തൽക്കാലം ആലോചിക്കുന്നത്. ഇപ്പോൾ ആ കൂടെ ഈ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം, ഒരു 90% മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ സമരത്തിനെതിരാണ് എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ കേരളത്തിൽ കാണുന്ന ചർച്ചയല്ല ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യമില്ല, ഈ പരമ്പരാഗത മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്.